ടു മൈ ചാനൽ. സോ ഗൈസ്, ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഇടാൻ പോകുന്നത്. സോ അത് ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻ്റ് ഇടുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് പോകുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ട് നിങ്ങൾക്ക് ഫാക്ടറിയിലേക്കാണ് പോകുന്നത്. എന്ത് ഫാക്ടറിയിലേക്കാണ് പോകുന്നത് വെച്ചാല് നമ്മള് എന്തിലേക്കാണ് ഇപ്പൊ പോണത്? പായി ഡ്രമ്മ്, അത് കണ്ടേ പറയാൻ പറ്റും കുട്ടിയാവും. അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയും കഴിച്ചു ഇങ്ങനെയാണ്. അപ്പൊ നമ്മള് പായ് നമ്മള് നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് പായാണ്? നമ്മള് കിടക്കുന്ന പായ ഉണ്ടാവില്ല. പണ്ടൊക്കെ നമ്മള് ഈ ബെഡില്ലാത്ത ടൈമും അതുപോലെ തന്നെ കട്ടില്ലാത്ത ടൈമും ഒക്കെ നമ്മള് കിടക്കുന്നത് എന്തായാലും ആ പായില്ല. അപ്പൊ ആ പായ് ഉണ്ടാക്കുന്നത് ഞാൻ എന്നെ ചിന്തിക്കാറുണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ പായ് ഉണ്ടാക്കാറ്? നമുക്കൊരു ഡൗട്ട് തന്നെയല്ലേ ആ പായ് എങ്ങനെ ഉണ്ടാക്കുക. അപ്പം പായ് ഉണ്ടാക്കുന്നിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ആണ് കേട്ടോ പഠിക്കുന്നത്, മൈസൂര്. ഇതെന്റെ ഫ്രണ്ടാണ് ശ്രീതു. അപ്പൊ ഉപ്പ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നായിരുന്നു. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ട് നിൽക്കുക. നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അത് അപ്പൻ്റെ ഫ്രണ്ട്സൊക്കെ ആണ്. ഇത് കന്നഡക്കാരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മലയാളം പറയുന്ന അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഉപ്പ മാറി തന്നാട്ടോ അവിടെ ഇരിക്കാൻ. ഞാനും ശ്രീതു അവിടെ ഇരുന്നു. അപ്പം നമ്മളോട് ചോദിച്ചു എന്താ പഠിക്കുന്നതൊക്കെ ചോദിച്ചു. അതിനൊക്കെ മറുപടി ഇതൊക്കെ പറഞ്ഞു കേട്ടോ. ശേഷം ചായ കൊണ്ട് തന്നു. നമ്മൾ ചായ ഒക്കെ കുടിച്ചു. ഇനി ഫാക്ടറി കാണാൻ പോവാം. വരും. അപ്പം നമ്മൾ ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ആദ്യം ചായ കുടിച്ചു. നമുക്ക് ചായ തന്നു, ഉണ്ടായതുകൊണ്ട് ചായ തന്നു. അപ്പം നമ്മളതിന് ആദ്യം നമ്മൾ കാണാൻ പോകുന്ന ഡ്രം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വരും, ഡ്രം ഉണ്ടാക്കുന്നതാണ്. അപ്പം ഗായ്സ് ഭയങ്കര സൗണ്ടാണ്. അപ്പം നിങ്ങൾക്ക് ഒരിക്കലും കേൾക്കില്ല ഞാൻ പറയുന്നത്. അപ്പം ഞാൻ വോയിസ് കൊടുക്കാൻ വിചാരിച്ചു. ഈ മെഷീനിലാണ് കേട്ടോ ഡ്രം ഉണ്ടാക്കുന്നത്. ഇതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നിങ്ങൾ കണ്ടോളൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഗായ്സ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഫസ്റ്റായിട്ട് ആ ഡ്രമ്മിൻ്റെ ഈ ഒരു സാധനം വരുന്നത് ഇങ്ങനെയാണ്. സാധനത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ബാക്കിലേക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ആയി വരും. അവരതിന് ശേഷം ഇത് എടുത്തതിന് ശേഷം അവർ ഈ കത്തി എടുത്തിട്ട് ഇത് കട്ട് ചെയ്യും കേട്ടോ ഗൈസ്. കട്ട് ചെയ്തിട്ട് ഇവിടെയൊക്കെ കട്ട് ചെയ്യും. അപ്പം ഗൈസ് അവർ കട്ട് ചെയ്യും. ഭയങ്കര സൗണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ കൊടുക്കാന്ന്. ശേഷം ഇതിൻ്റെ മൂടി കണ്ടില്ല, അത് ഭയങ്കര ചൂടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇതിൻ്റെ മൂടിയാണ് ഡ്രം പറയുന്നതെന്ന് വെച്ചാൽ ഒരു ദിവസം ഇവർ 400 or 300 ടാങ്ക്സ് ഉണ്ടാക്കുന്നതാണ് പറയുന്നത് കേട്ടോ. അത്രത്തോളം അവർ ഒരു ദിവസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ഒരു മാസം എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റുന്നത് കേട്ടോ. അതിനുശേഷം ശ്രീധു ചോദിക്കുകയാണ് എന്തൊക്കെയാണ് ഉണ്ടാക്കുക, നമുക്ക് ഇതിന് യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടേക്ക് ചെന്നു. അവർക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. നമ്മൾ ഇംഗ്ലീഷിൽ ചോദിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അവരെ ഭാഷ നമുക്കറിയില്ല, ഹിന്ദി നമുക്കറിയില്ല. അപ്പോൾ അവർ നമുക്ക് കാണിച്ചു തരികയാണ് കേട്ടോ. ഞാനിപ്പോൾ ഞങ്ങൾക്ക് ഇതാ ഒരു പൊടി പോലെയുള്ളൊരു കണ്ടുകൊണ്ടുകൊണ്ട് ഈ സാധനമാണ് സംഭവം പറയുകയാണെങ്കിൽ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അവർ പറയുന്നുണ്ട് എന്തൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെയാണ് മെയിനായിട്ട് യൂസ് ആക്കണത് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, കാരണം അവിടെ മെയിനായിട്ട് എൻ്റെ അപ്പൻ്റെ മെയിൻ ഫ്രണ്ട് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാനും അറിയില്ല. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം കാര്യങ്ങളും വരുന്നത്. പിന്നെ അത് അവരിത് പേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉണ്ടാക്കുന്നതാട്ടെ ഈ ഒരു ക്യാൻ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഗൈസ് ഈ ക്യാന് വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണ അതൊക്കെ ഒഴിച്ച് വെക്കലില്ലേ, നമ്മൾ കാണാറില്ലേ, അതാണ് കേട്ടോ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു മെഷീനിലാണത് ഉണ്ടാക്കുന്നത് കേട്ടോ. പക്ഷെ ഇത് അപ്പം വർക്ക് ചെയ്യുന്നില്ലായിരുന്നു ഇത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ എങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഈ ക്യാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ ഈ വെളിച്ചെണ്ണ, ഓയിൽ, എല്ലാ കാര്യങ്ങളും നമ്മൾ പെട്രോളൊക്കെ അതിൽ ഒഴിച്ച് വെക്കാറില്ലേ, ഇത് അവിടെ ഫുള്ള് ഈ ക്യാനാണ് കേട്ടോ. ആണ് വേറൊരു മോഡൽ ക്യാൻ കണ്ടോ. സ്ട്രീറ്റ് ഡാൻസ് പാനിയൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കിയതാണ് ഗൈസ്.
ഗൈസ് ഈ പാനിയൊക്കെ അവരുണ്ടാക്കുന്നതാണ്. ഇതാണ് നമ്മളെ നാട്ടിലേക്കൊക്കെ കേറ്റി അയക്കുന്നത്. തമിഴ്നാട്ടിലൊക്കെ ഗൈസ് ഇതൊക്കെ മെയിനായിട്ട്. അപ്പൊ ഇത് ഉണ്ടാക്കുന്നത് പ്ലാസ്റ്റിക് എന്നതൊന്ന് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ ഇത് കൊണ്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഗൈസ്. അപ്പൊ ഗൈസ് അവിടെ എന്തോ ഓർഡറും കാര്യങ്ങളും ഉണ്ടായിട്ട് അവർ കയറ്റി അയക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്ന് ഇത്രേ വീഡിയോ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും പാർട്ട് 2 പായ് ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ. അപ്പൊ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.